ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശശി തരൂർ എന്ന പേര് ഇന്ന് കേവലം ഒരു എംപിയുടേത് മാത്രമല്ല, അത് ആധുനിക കോൺഗ്രസിന്റെ ഭൗതികമായ കരുത്തിന്റെയും ലോകോത്തര നിലവാരമുള്ള നയതന്ത്രത്തിന്റെയും പര്യായമാണ്. കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിനായി ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ അതിരുകൾ ഭേദിച്ച് ദേശീയ രാഷ്ട്രീയത്തിലെ അനിശ്ചിത മുഖമായി തരൂർ മാറിയിരിക്കുന്നു. തിരിച്ചടികളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ തരൂരിന്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു നേതാവിനും പാഠപുസ്തകമാണ്. 2009 ഐക്യരാഷ്ട്രസഭയിലെ ഉന്നത ഉദ്യോഗം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശശി തരൂരിനെ കാത്തിരുന്നത് കടുത്ത വെല്ലുവിളികളായിരുന്നു. എലൈറ്റ് രാഷ്ട്രീയക്കാരൻ എന്ന മുദ്രകുത്തി അദ്ദേഹത്തെ ഒതുക്കാൻ പലരും ശ്രമിച്ചു. എന്നാൽ തിരുവനന്തപുരത്തെ വോട്ടർമാർ അദ്ദേഹത്തെ തുടർച്ചയായി 4 തവണ ലോക്സഭയിലേക്ക് അയച്ചു. 2024 BJPയുടെ കരുത്തനായ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ നേടിയ വിജയം തരൂരിന്റെ ജനകീയ അടിത്തറ ഒന്നുകൂടി ഉറപ്പിച്ചു. ഒരു ഘട്ടത്തിൽ പാർട്ടി നേതൃത്വവുമായി അകന്നു നിന്നിരുന്ന അദ്ദേഹം ഇന്ന് ഹൈക്കമാൻഡിന്റെ ഏറ്റവും വിശ്വസ്തനായ ഉപദേശകനായി മാറിയിരിക്കുന്നു. മോദി സർക്കാരിന്റെ നയങ്ങളെ പുകഴ്ത്തി എന്ന പേരിൽ പാർട്ടിയിൽ നിന്നും വിമർശനം നേരിട്ട തരൂർ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പാർട്ടിയെ തന്നിലേക്ക് അടുപ്പിക്കുന്ന രാഷ്ട്രീയ തന്ത്രമാണ് പയറ്റിയത്. ദേശീയ മാധ്യമങ്ങൾ തരൂരിനെ പാർലമെന്റിലെ ഹീറോ എന്ന് വിശേഷിപ്പിക്കുന്നത് വെറുതെയല്ല. വസ്തുതകളും ഡേറ്റകളും നിരത്തി മോദി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ തരൂരിനുള്ള ശേഷി ഇന്ത്യയിലെ മറ്റൊരു നേതാവിനുമില്ലെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു. പാർലമെന്റിൽ വനിതാ സംവരണ ബില്ലിന്മേൽ അദ്ദേഹം നടത്തിയ 14 മിനിറ്റ് നീണ്ട പ്രസംഗം ചരിത്രപരമായിരുന്നു. മണ്ഡല പുനർനിർണയത്തെ വനിതാ സംവരണവുമായി ബന്ധിപ്പിക്കുന്നത് ഫെഡറലിസത്തെ തകർക്കുമെന്നും അതൊരു തരം രാഷ്ട്രീയമായ നോട്ട് നിരോധനമാണെന്നുമുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണം ദേശീയ ശ്രദ്ധ നേടി. കേന്ദ്ര ബഡ്ജറ്റിലെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടാൻ അദ്ദേഹം ഉപയോഗിച്ച ഹെഡ്ലൈൻ മാനേജ്മെന്റ് എന്ന പ്രയോഗം പ്രതിപക്ഷ നിരയിലാകെ തരംഗമായി. തൊഴിലില്ലായ്മയും കാർഷിക മേഖലയിലെ തകർച്ചയും അദ്ദേഹം കണക്കുകൾ സഹിതം അവതരിപ്പിച്ചു. 2022 AICC അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിക്കാനുള്ള തരൂരിന്റെ തീരുമാനം കോൺഗ്രസിനുള്ളിൽ വലിയ ഭൂകമ്പമുണ്ടാക്കി. റിബലായി മുദ്രകുത്തപ്പെട്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ ജനാധിപത്യപരമായ മാറ്റങ്ങൾ വേണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം വലിയൊരു വിഭാഗം യുവപ്രവർത്തകർ ഏറ്റെടുത്തു. തോറ്റെങ്കിലും ആ മത്സരത്തിലൂടെ താൻ പാർട്ടിക്കുള്ളിൽ ശക്തമായ ഒരു ധ്രുവമാണെന്ന് തെളിയിക്കാൻ തരൂരിന് കഴിഞ്ഞു. ജനുവരിയിൽ രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും നടത്തിയ നിർണായകമായ കൂടിക്കാഴ്ചയോടെ തരൂർ പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന പരാതികൾക്ക് അന്ത്യമായി. ഇന്ന് ഖാർഗെയുടെയും സംഘടനാ മികവിനൊപ്പം തരൂരിന്റെ വൈജ്ഞാനികമായ മികവും കോൺഗ്രസിന്റെ പ്രധാന മൂലധനമാണ്. ഏപ്രിൽ നടന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയസാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിൽ തരൂർ വഹിച്ച പങ്കും നിസ്തുലമാണ്. ഗ്രൂപ്പ് വൈരാഗ്യങ്ങൾ മറന്ന് അദ്ദേഹം നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകി. 12 ജില്ലകളിലായി 59 മണ്ഡലങ്ങളിലാണ് അദ്ദേഹം ഓടിയെത്തിയത്. ചില ദിവസങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ വരെ അദ്ദേഹം പ്രസംഗിച്ചു. വരേണ്യ രാഷ്ട്രീയക്കാരൻ എന്ന ലേബൽ മാറ്റി സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെന്ന തരൂർ വോട്ടർമാരുടെ പ്രിയങ്കരനായി മാറി. പ്രത്യേകിച്ചും യുവാക്കളും നിഷ്പക്ഷ വോട്ടർമാരും തരൂരിന്റെ വാക്കുകളിൽ ആകൃഷ്ടരായി. VD സതീശൻ, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളുമായുള്ള മുൻകാല പിണക്കങ്ങൾ മറന്ന് പാർട്ടിയുടെ പൊതുനന്മയ്ക്കായി അദ്ദേഹം നിലകൊണ്ടു. LDF സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് നയങ്ങളെ പുകഴ്ത്തിയതുപോലുള്ള മുൻകാല വിവാദങ്ങളിൽ നിന്നും അദ്ദേഹം പഠിച്ചു. വസ്തുതകൾ ബോധ്യപ്പെട്ടപ്പോൾ തന്റെ ലേഖനം പിൻവലിക്കാനും പാർട്ടി നിലപാടിനൊപ്പം നിൽക്കാനും അദ്ദേഹം മടിച്ചില്ല. BJPയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങളെ തന്റെ തീക്ഷ്ണമായ പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം തന്നെ ഇല്ലാതാക്കി. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJPക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച ശക്തമായ നിലപാട് ഹൈക്കമാൻഡിന് അദ്ദേഹത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന പരിചയസമ്പന്നനായ നേതാവ്, രാഹുൽ ഗാന്ധി എന്ന ജനകീയ മുഖം, ശശി തരൂർ എന്ന ഭൗതിക നായകൻ, ഈ ത്രിമൂർത്തി സംഗമമാണ് കോൺഗ്രസിൽ നിന്ന് ഇന്ത്യയുടെ പ്രതീക്ഷയായി മാറുന്നത്. തന്റെ വിജ്ഞാനവും വൈദഗ്ധ്യവും അധികാരത്തിനായി ഉപയോഗിക്കാതെ പാർട്ടിയുടെയും രാജ്യത്തിന്റെയും വളർച്ചയ്ക്കായി മാറ്റിവെക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും തരൂർ പലപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. മെയ് 4 വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിൽ UDFന് വലിയ പ്രതീക്ഷയാണുള്ളത്. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നും ജനങ്ങൾ UDFനൊപ്പമാണെന്നും തരൂർ ഉറച്ചു വിശ്വസിക്കുന്നു. തിരുവനന്തപുരത്തെ ലോക്കൽ MP എന്ന പരിഹാസത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ പാർലമെന്റിലെ തന്നെ ഏറ്റവും മികച്ച പ്രഭാഷകൻ എന്ന നിലയിലേക്ക് വളർന്ന തരൂർ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ലോകത്തിലെ ഗ്രൂപ്പ് പോരുകളിൽ തളച്ചിടാനാകാത്ത വിധം ഉയരങ്ങളിലേക്ക് പറന്നുയർന്ന ശശി തരൂർ വരാനിരിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ പല മാറ്റങ്ങൾക്കും ചുക്കാൻ പിടിക്കുമെന്നും ഉറപ്പാണ്. അറിവും വിനയവും രാഷ്ട്രീയ തന്ത്രങ്ങളും സമന്വയിപ്പിക്കുന്ന തരൂർ മോഡൽ രാഷ്ട്രീയം ഇന്ത്യയുടെ ജനാധിപത്യത്തിന് പുതിയൊരു കരുത്താണ് നൽകുന്നത്. ശശി തരൂർ എന്ന രാഷ്ട്രീയക്കാരന്റെ പ്രസക്തി അദ്ദേഹം സംസാരിക്കുന്ന ഭാഷയിലോ ഉപയോഗിക്കുന്ന പദങ്ങളിലോ മാത്രമല്ല, മറിച്ച് അദ്ദേഹം ഉയർത്തുന്ന ജനാധിപത്യ മൂല്യങ്ങളിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വോട്ട് പിടുത്തക്കാരൻ എന്നതിലുപരി പാർട്ടിയുടെ നയരൂപീകരണത്തിലും ആഗോള തലത്തിലുള്ള പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിലും തരൂർ വഹിക്കുന്ന പങ്കും നിസ്തുലമാണ്. കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഉയർന്നു വന്ന ദേശീയ രാഷ്ട്രീയത്തിന്റെ നെറുകയിലെത്തിയ ഈ നേതാവ് വരും കാലങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ പ്രമുഖനായിരിക്കും.